നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. അടിസ്ഥാന സൗകര്യ വികസനം, നഗര സൗന്ദര്യവൽക്കരണം, കുടിവെള്ളവും ശുചിത്വവും, റോഡ് നവീകരണം, പരിസ്ഥിതി സംരക്ഷണം, വനിതാ ശാക്തീകരണം, യുവജന പദ്ധതികൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഇരിങ്ങാലക്കുട നഗരസഭാ ബജറ്റ്. 12,31,196 രൂപ മുൻ നീക്കിയിരിപ്പും 96,29,29,890 രൂപ വരവുമടക്കം 108,60,30,986 രൂപ വരവും 105,63,76,992 രൂപ ചെലവും 2,96,53,994 രൂപ നീക്കിയിരിപ്പും വരുന്ന 2025-2026 വർഷത്തെ പുതുക്കിയ ബജറ്റും 2,96,53,994 രൂപ മുൻ നീക്കിയിരിപ്പും 238,58,33,904 രൂപ വരവുമടക്കം 238,54,87,898 രൂപ വരവും 234,46,50,000 രൂപ ചെലവും 4,83,07,898 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-2027 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ അവതരിപ്പിച്ചു. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക, നൂതനവും സ്ഥിരതയുള്ളതുമായ വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കുക, നികുതി ശേഖരണം കാര്യക്ഷമമാക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതി ഫണ്ടുകൾ സമയബന്ധിതമായി കണ്ടെത്തി അവ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 20 കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 7 കോടി രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 19 കോടി രൂപയും കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ആധുനിക അറവുശാല പദ്ധതിക്ക് 25 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 3 കോടി രൂപയും കാട്ടൂർ ഢാണ ബൈപ്പാസ് റോഡ് നവീകരണത്തിന് 7 കോടി രൂപയും പട്ടികജാതി വികസനത്തിന് 3 കോടി രൂപയും ജനറൽ വിഭാഗക്കാരുടെ വീട് മെയിൻ്റനൻസ് പദ്ധതിക്ക് 50 ലക്ഷം രൂപയും ഭിന്നശേഷി സംഗമത്തിന് 50 ലക്ഷം രൂപയും സാന്ത്വന പരിചരണ പദ്ധതിക്ക് 50 ലക്ഷം രൂപയും അംഗൻവാടി പോഷകാഹാര പദ്ധതിക്ക് 35 ലക്ഷം രൂപയും ഹെറിറ്റേജ് മാർക്കറ്റ് വികസന പദ്ധതിക്ക് 6 കോടി രൂപയും മുനിസിപ്പൽ മൈതാനം നവീകരണ പദ്ധതിക്ക് 2 കോടി രൂപയും നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ക്രിമിറ്റോറിയം നവീകരണ പദ്ധതിക്ക് 5 കോടി രൂപയും ചാത്തൻ മാസ്റ്റർ സ്മാരക നവീകരണ പദ്ധതിക്ക് 1 കോടി രൂപയും പൊതുകുളങ്ങളുടെയും കിണറുകളുടെയും സംരക്ഷണ പദ്ധതിക്ക് 3.5 കോടി രൂപയും റിപ്പബ്ലിക് പാർക്ക് സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് 50 ലക്ഷം രൂപയും വയോജന ക്ഷേമ പദ്ധതിക്ക് 51 ലക്ഷം രൂപയും ലഹരിക്കെതിരെ ബോധവൽക്കരണ പദ്ധതിക്ക് 15 ലക്ഷം രൂപയും ഓഫീസ് നവീകരണ പദ്ധതിക്ക് 2.6 കോടി രൂപയും കുടിവെള്ള വികസന പദ്ധതിക്ക് 2 കോടി രൂപയും പൊതുമരാമത്ത് വിഭാഗത്തിന് 10 കോടി രൂപയും വിദ്യാഭ്യാസം, കല, കായികം, സംസ്കാരം, യുവജനക്ഷേമം എന്നീ മേഖലകൾക്കായി 2 കോടി രൂപയും രാജീവ് ഗാന്ധി ടൗൺ ഹാൾ നവീകരണ പദ്ധതിക്ക് 75 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിവിധ ഫണ്ടുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന 100 കോടി ഉപയോഗിച്ച് കണ്ടാരന്തറ മൈതാനം നവീകരണം, തെരുവുനായ ഷെൽട്ടർ, നവതി ഭവന നിർമ്മാണം, പബ്ലിക് ടോയ്ലറ്റുകൾ, ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം എന്നിവയും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. നൂതനവും സ്ഥിരതയുമുള്ള വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കുക, നികുതി ശേഖരണം കാര്യക്ഷമമാക്കുക എന്നിവയ്ക്ക് മുൻഗണന നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളിൽ നിന്നുള്ള ഫണ്ടുകൾ സമയബന്ധിതമായി കണ്ടെത്തി അനുവദിക്കപ്പെട്ട തുകകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്യും. റോഡ് വികസനം ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പ്രധാന ഘടകമാണ്. ജനങ്ങളുടെ ദൈനംദിന യാത്ര, വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് സുഗമവും സുരക്ഷിതവുമായ ഗതാഗതം ഉറപ്പാക്കുന്നത് നല്ല റോഡുകൾ അനിവാര്യമാണ്. അതിനാൽ സമഗ്ര പുരോഗതിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിനായി റോഡുകൾ വികസനം നിർണായക പങ്കുവഹിക്കുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു എങ്കിലും റോഡ് വികസനം മുൻഗണനയായി
നന്നായി കണക്കാക്കി എല്ലാ വാർഡുകളിലും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചു. ഇതുവരെ ഏകദേശം 20 കോടിയോളം രൂപ പദ്ധതികൾക്കായി ചെലവഴിക്കാനായി സാധിച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യം. തെരുവുനായ്ക്കളെ 1 മാസത്തിനുള്ളിൽ ഷെൽട്ടറിൽ അടയ്ക്കുമെന്ന മുനിസിപ്പൽ ചെയർമാന്റെ ഉറപ്പ് പാലിക്കണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ. ചൊവ്വാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് ഗൃഹസന്ദർശനത്തിനിടയിൽ തനിക്ക് തെരുവുനായയുടെ കടിയേറ്റ സംഭവം വിവരിച്ചത്. ഇടത് കൈത്തണ്ടയിൽ കടിയേറ്റ താൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഷെൽട്ടറിന്റെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്നും ശിവകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസത്തിനുള്ളിൽ ഷെൽട്ടർ ഒരുക്കി തെരുവുനായ്ക്കളെ അതിനുള്ളിൽ അടയ്ക്കുമെന്നാണ് താൻ പറഞ്ഞിരുന്നതെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. അതിനുള്ള സ്ഥലം കണ്ടെത്തി ഷെൽട്ടർ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. ഇതിനായി ബജറ്റിൽ 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ തന്നെ ഷെൽട്ടർ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നും MP ജാക്സൺ പറഞ്ഞു. തന്റെ വാർഡിലെ ശുദ്ധജല വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് LDF അംഗം വിഷ്ണു പ്രഭാകരൻ കുറ്റപ്പെടുത്തി. പദ്ധതി റീകൊട്ടേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർ താൻ കരാറുകാരനെ കണ്ടെത്തിയപ്പോൾ അത് മറ്റൊരു കരാറുകാരൻ എടുത്ത പ്രവൃത്തിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ കരാറുകാരൻ പണി നടത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും വിഷ്ണു പ്രഭാകരൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്ന മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അറിയിച്ചു. അടിയന്തര കൗൺസിലിൽ വളരെയധികം പ്രാധാന്യമുള്ളത്. കാരണം ഇത് 75-80 വയസ്സുള്ള ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ വാക്സിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വലിയ മുഴുവാണെന്നുണ്ടെങ്കിൽ 3rd സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഇൻജക്ഷൻ ചെയ്യണം. ആ ഇൻജക്ഷൻ ചെയ്യാൻ എളുപ്പമായിരുന്നില്ല. കാരണം നമ്മൾ പച്ചയെ മരിച്ചിട്ട് മുഴുവൻ ചുറ്റും ഇങ്ങനെ സൂചി വെച്ച് കുത്തിലുള്ള ഇൻജക്ഷൻ ചെയ്യാം. അതിനെ തരിപ്പിച്ചിട്ടൊന്നല്ല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പൊ എന്റെ പാട്ടിൽ ഇപ്പൊ കാട്ടോട് ചേട്ടൻ 78 വയസ്സായി. ഇതിനെ ചെയ്യാൻ പറ്റില്ല. സാധാരണ നോർമൽ കേസിൽ ചെയ്യുന്ന 2 വാക്സിൻ ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പൊ അത്തരം ആളുകൾക്ക് ഈ തെരുവുനായ്ക്കൾ കടിയേറ്റ് എന്ത് ചെയ്യും? കാരണം അവർക്ക് ഹാർട്ട് പേഷ്യന്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിതിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൂടാ. നാട്ടില് ഈ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഷെൽട്ടർ തുറന്ന സംസ്ഥാന ഗവൺമെന്റ് അനുമതി തന്നിട്ടുണ്ട്. അപ്പൊ ഈ നഗരസഭ അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ ആദ്യത്തെ മാസം തന്നെ ചെയ്യുന്നതിന്റെ പ്രസംഗങ്ങൾ നടത്തി പിരിഞ്ഞതാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അതിനുള്ള നടപടികളായിട്ടുണ്ട്. നമ്മളിപ്പോ ബഡ്ജറ്റിന്റെ 25 ലക്ഷം രൂപ അതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. DPC അംഗീകാരം കിട്ടുന്നതിന്റെ ഓർക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചെയ്യാനായിട്ട് സ്ഥലം കണ്ടെത്തി സ്ഥലം എടുപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ നെറ്റ് അടിച്ച് ഷീറ്റ് ഇട്ട് അതിന്റെ നടപടികളാകും. നമുക്ക് അതിന്റെ ഈ പറഞ്ഞ 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പറ്റുന്നതായിരിക്കാം. ഇത് പപ്പടത്തിലുള്ള പോലെയുള്ള കാര്യങ്ങൾ അതിന്റെ നടപടികളൊന്നും ബാക്കിയുള്ളത് പൂർത്തിയാക്കി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാലതാമസം വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ഡിലേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് ഡിലേ വരുന്നത്. നമുക്കൊരു തീരുമാനം, ആ തീരുമാനത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ടാകുമ്പോഴാണ് നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാലത്ത് നടപ്പാകില്ല. നമ്മൾ 3 മാസത്തിൽ ടാർഗറ്റ് വയ്ക്കുന്നത് എങ്ങനെയെങ്കിലും നടപ്പാക്കാൻ വേണ്ടിയില്ല. അതുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതും ആ ചോദിക്കുമ്പോൾ അത് നടപ്പാക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതിന് കാരണമാണ്. അപ്പോൾ നടപ്പാക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നടപ്പാക്കുന്ന ഒരു ഘട്ടം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ നമുക്ക് ഈ തെരുവുനായ്ക്കളെ കൂടെ അവിടെ എത്തിച്ച് അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കാനുള്ള നടപടികൾ ചെയ്യാനുണ്ട്. വ്യക്തിപരമായി ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായ വ്യക്തിപരമായ ഉത്തരവാദിത്തം പറയുമ്പോൾ ഓരോ വാക്കിലും അനാവശ്യമായി ജീവനക്കാരായിട്ടോ അല്ലെങ്കിൽ AE-ആയിട്ടോ ബന്ധപ്പെട്ട ആളുകളായിട്ടോ സംഘർഷത്തിലായിട്ടോ എനിക്ക് താല്പര്യമില്ല. കൗൺസിലറായി വന്നതിന് ശേഷം AE-നെ ഞാൻ ആകെ കണ്ടത് 2 തവണയാണ്. പരമാവധി ഞാൻ അവരോട് സംസാരിച്ചത് 6 മിനിറ്റാണ്. 6 മിനിറ്റ്. ഇവരോട് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞ് ഇവര് ബന്ധപ്പെട്ട സ്കൂൾ കോൺട്രാക്ടറെ വിളിക്കാൻ പറഞ്ഞു, പഴയ കൗൺസിലറെ വിളിക്കാൻ പറഞ്ഞു. ഇന്നലെ വീണ്ടും ഈ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു. ഇവരുടെ ഭാഗത്തുനിന്നുള്ള മറുപടി ഇത് മാർച്ച് മാസമാണ്, ഇത് വളരെ തിരക്കാണ്, നിങ്ങൾ ഇതിനെ വൈകാരികമായി എടുക്കരുത്. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിന് എന്റെ വിമർശനം കഴിഞ്ഞ ഭരണസമിതിയോട് ഉൾപ്പെടെയാണ്. അതിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആകട്ടെ ഭരണസമിതി ആകട്ടെ ഇതിനെ നേരായ വഴിക്ക് കൊണ്ടുപോകാത്തതിന്റെ പ്രശ്നമാണ്. 2.5 വർഷമായി കുടിവെള്ളമില്ല എന്നുള്ളത് പ്രശ്നമാണ്. ആ പ്രശ്നം വൈകാരികമായി തന്നെ പറയും, അത് തീവ്രമായി തന്നെ പറയും. ആ തീവ്രതയും വൈകാരികതയും ഇരിങ്ങാലക്കുട കച്ചേരി വളപ്പിൽ ഏതു സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ള പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രവർത്തനം അടിയന്തരമായി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു.
ഇരിങ്ങാലക്കുട സ്വദേശി അഡ്വക്കേറ്റ് ജെയിംസ് അവറാൻ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 175 കൊല്ലം പഴക്കമുള്ളതും അറ്റകുറ്റപ്പണികളൊന്നും നടത്താത്ത അങ്ങേയറ്റം ജീർണാവസ്ഥയിലും അപകടകരമായ നിലയിലും നിൽക്കുന്ന കെട്ടിടത്തിലെ ഇരിങ്ങാലക്കുട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രവർത്തനം അടിയന്തരമായി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് അഡ്വക്കേറ്റ് ജെയിംസ് അവറാൻ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കച്ചേരി വളപ്പിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായിരുന്ന മറ്റെല്ലാ കോടതികളും ട്രഷറി, താലൂക്ക് ഓഫീസ് തുടങ്ങിയവ 2014 സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയെങ്കിലും മജിസ്ട്രേറ്റ് കോടതി ഇവിടെ തന്നെ നിലനിർത്തുകയായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെതാണ് കച്ചേരി വളപ്പ് എന്നറിയപ്പെടുന്ന 1.5 ഏക്കർ സ്ഥലം. ദേവസ്വത്തിന് വാടക ലഭിക്കാത്തതിനാൽ ദേവസ്വം യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്തി വരാറില്ല. കോടതി സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീണു. മേൽക്കൂര ചോർന്നൊലിക്കുന്നതിനാൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് പൊതിഞ്ഞ നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപ് കോടതിയോട് ചേർന്ന് നിന്നിരുന്ന മരം വീണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിനാൽ കോടതി എത്രയും വേഗം ഇവിടെ നിന്നും മാറ്റണമെന്നാണ് അഡ്വക്കേറ്റ് ജെയിംസ് അവറാൻ ആവശ്യപ്പെടുന്നത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഗേറ്റ് വേ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ മാഗി വിൻസൻ പള്ളായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എ. പോൾ, മുനിസിപ്പൽ കൗൺസിലർ പി.വി. ശിവകുമാർ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം.ജി. ശിവദാസ് എന്നിവർ പങ്കെടുത്തു. നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മതിലിന്റെയും ഗേറ്റിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. നിലയിൽ തന്നെ ഈ കവാടം അതുപോലെ മതിലും പണികഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ 32 ലക്ഷം രൂപ മറുവശത്തും മതിൽ പണിയുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ സന്ദർഭത്തിൽ ചെയ്യുകയാണ്. ഉടനെ തന്നെ നമുക്ക് അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയും. നിങ്ങളേവരും ഓർക്കുന്നുണ്ടാകും, ഏതാനും മാസങ്ങൾക്ക് മുൻപ് വളരെ അഭിമാനത്തോടുകൂടി 20 കോടി രൂപയിലേറെ ചെലവ് ചെയ്ത് പണി തീർത്ത 6 നിലകളുള്ള ഈ ആശുപത്രിയുടെ പുതിയ കെട്ടിടം നാം ജനങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി. വളരെ സൗകര്യപ്രദമായ നിലയിൽ ആധുനിക മുഖച്ഛായയുള്ള ഈ കെട്ടിടത്തിൽ OP ബ്ലോക്കും ഇൻപേഷ്യന്റ് വിഭാഗവും എല്ലാം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിനും ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ബഹുമാന്യയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ ആശുപത്രിയിൽ വന്ന് 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാവുന്ന 6 കോടി രൂപയോളം ചെലവഴിച്ച് തയ്യാറാക്കിയ ഡയാലിസിസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന് മുകളിൽ 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ട്രൂനാറ്റ് മെഷീൻ, മാമോഗ്രാം തുടങ്ങിയ പുതിയ യന്ത്ര സംവിധാനങ്ങളും ആധുനിക സങ്കേതങ്ങളുമെല്ലാം ഇവിടെ ഉറപ്പാക്കാൻ സാധിച്ചു. സർവതല സ്പർശിയായിട്ടുള്ള വികസനം ഈ ആശുപത്രിക്ക് ഉണ്ടായി എന്നുള്ളത് ആർക്കും പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. വികസനത്തിന് ആനുപാതികമായിട്ട് ആശുപത്രി സന്ദർശിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും കാര്യക്ഷമതയോടെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബഹുമാന്യയായ ശ്രീമതി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയും ചെയ്യുകയാണ്. CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ സംഗമം CPI സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പി മണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ശിവൻ, AJ ബേബി എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് സ്വാഗതവും KS പ്രസാദ് നന്ദിയും പറഞ്ഞു. ഏകദേശം 60 ലക്ഷത്തോളം മലയാളികൾ
ഈ പശ്ചിമേഷ്യൻ മേഖലകളിൽ, ഗൾഫ് മേഖലകളിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ കണക്കുകൾ പറയുന്നത്. ഇത് കൂടാതെ കൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ വേറെ. ഇങ്ങനെ കോടിക്കണക്കിന് പ്രവാസികൾ, ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾ അധിവസിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ് നമ്മുടെ മധ്യേഷ്യ. ആ മധ്യേഷ്യയിലാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭീതി വിതച്ചുകൊണ്ട് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈൽ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ ഭീതിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ നിരവധി കാലങ്ങളായി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ചേർന്ന് നമ്മുടെ ലോകത്ത് നിരവധി രാജ്യങ്ങൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വന്നതോടുകൂടി, നെതന്യാഹു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായി വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ പ്രയോഗിക്കുക, അവരുടെ വരുതിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.